എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമായെങ്കിലും ശക്തിയുള്ള ഒരു ആത്മീയ പ്രയോഗത്തെക്കുറിച്ചാണ്. കർപ്പൂരം ഉപയോഗിച്ചുള്ള പ്രയോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാനും സമാധാനവും ഐശ്വര്യവും വരവേൽക്കാനും കർപ്പൂരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന 3 പ്രയോഗങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ ഈ പ്രയോഗങ്ങളുടെ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ആദ്യ പ്രയോഗം എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ കർപ്പൂരം എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. വളരെ ലളിതമാണ്. രാവിലെ എഴുന്നേറ്റ് കൈയും കാലും മുഖവും കഴുകി, അതുപോലെ വൈകുന്നേരം സന്ധ്യാസമയത്തും കൈയും കാലും മുഴുകി വീട്ടിൽ കർപ്പൂരം കത്തിക്കുക. എങ്ങനെ ചെയ്യണം? ഒരു ചെറിയ മൺചേരാത്തിൽ അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് കത്തിച്ച് ഇത് വീട്ടിലെ പ്രധാന വാതിലിൻ്റെ മുന്നിലും പിന്നെ പണം വയ്ക്കുന്ന സ്ഥലത്ത്, അടുക്കള, കന്നിമൂല, പൂജാമുറി, ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കർപ്പൂരം കത്തിച്ച് വെക്കണം. ഇങ്ങനെ പ്രധാന വാതില്, പണം വയ്ക്കുന്ന സ്ഥലം, പിന്നെ പറയാവുന്നത് പൂജാമുറി, കന്നിമൂല, ഇവിടെങ്ങളിലൊക്കെ കർപ്പൂരം കത്തിച്ച് വയ്ക്കുക. അപ്പോൾ ഉണ്ടാവുന്ന ഫലത്തെക്കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി നീങ്ങി പോസിറ്റീവ് എനർജി ഉണ്ടാകും. മനസ്സിന് സമാധാനം ലഭിക്കും. വീട്ടിൽ പോസിറ്റീവ് വൈബ് ഉണ്ടാകും. അതായത് വീട്ടിൽ എല്ലാവരും തമ്മിൽ ഐക്യവും സമാധാനവും എന്നും ഉണ്ടാകും. വീട്ടിൽ എല്ലാ വിധത്തിലും സാമ്പത്തികമായി പുരോഗതിയും എല്ലാ സമാധാനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായി വരും. പല സ്രോതസ്സുകളിൽ നിങ്ങൾക്ക് പണം വീട്ടിലേക്ക് ഒഴുകി വരും. ജോലിയില്ലാത്തവർക്ക് ജോലിയിലൂടെയും പല ബിസിനസ് മാർഗങ്ങളിലൂടെയൊക്കെ പണം വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ദുരിതങ്ങളെല്ലാം മാറും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ. അപ്പോൾ കർപ്പൂരം കത്തിക്കുന്ന സമയം നിങ്ങളുടെ ഇഷ്ടദേവതാ ഭജനം നടത്തുന്നത് അത്യുത്തമമാണ്. അതായത് നിങ്ങളുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണനാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ച് കത്തിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയുടെ നാമം മന്ത്രമോ ജപിച്ച് ഇങ്ങനെ ചെയ്യുക. ഇത് കൂടുതൽ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രയോഗം എന്ന് വെച്ചാൽ എന്തിനാണ്? ബിസിനസ് വിജയത്തിന് കർപ്പൂരം എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ആദ്യം നമുക്ക് കല്ലുപ്പ് കുറച്ചെടുത്ത്, റോക്ക് സാൾട്ട് കുറച്ചെടുത്ത് ബക്കറ്റിൽ വെള്ളത്തിൽ കലർത്തുക, നല്ലോണം കലർത്തുക. അപ്പോൾ ഉപ്പെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്നു തന്നെയാണ്. അപ്പോൾ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും, വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ കല്ലുപ്പ് ബക്കറ്റുള്ള വെള്ളത്തിൽ ആദ്യമേ കലർത്തുക. എന്നിട്ട് ഈ ജലം കൊണ്ട് നിങ്ങളുടെ കടയിലും ഓഫീസിലുള്ള തറയും എല്ലായിടും നല്ലപോലെ തുടച്ചു വയ്ക്കുക. അല്പജലം മറ്റു കസേരയിലും മേശയിലേക്ക് തളിച്ച്, ഇതൊക്കെ ചെയ്യുന്ന വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതിനുശേഷം ഈ എല്ലായിടത്തും തുടച്ച് കഴിഞ്ഞ ശേഷം, വെള്ളം തളിച്ചതിന് ശേഷം ചുവന്ന റോസാപ്പൂവിലോ താമരപ്പൂവിലോ കർപ്പൂരം വച്ച് കത്തിക്കുക. അത് അത്യുത്തമമാണ്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ചെയ്യുന്ന പറയുന്നത് കല്ലുപ്പ് നെഗറ്റീവ് എനർജി ആഗിരണം ചെയ്യുന്ന ഒരു വസ്തുവാണ്. പൂവും കർപ്പൂരവും ചേർന്നാൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നു. കൂടാതെ കല്ലുപ്പിൽ ഞാൻ പറഞ്ഞു ലക്ഷ്മി കടാക്ഷം ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എല്ലാവരെയും ആകർഷിക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഇങ്ങനെ നമ്മൾ റോസാപ്പൂവിലും താമരപ്പൂവിലും കർപ്പൂരിട്ട് കത്തിച്ചാലുള്ള ഫലങ്ങൾ ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. ആൾക്കാരെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. കടകളിലേക്ക് ബിസിനസ്സിലുള്ള എല്ലാ തടസ്സങ്ങളും മാറും. നമുക്ക് തൊട്ടതെല്ലാം ഐശ്വര്യവത്തായി മാറും. നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി മാറും. ധാരാളം ക്ലയൻറ്റുകളും അവസരങ്ങളും നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിലൂടെ നമുക്ക് വരുമാനം വർദ്ധിക്കും. നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. കാരണം വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. ചൊവ്വാഴ്ചയും ദേവിക്ക് പ്രിയപ്പെട്ടതാണ്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചെയ്യുക. നിത്യവും ചെയ്യുകയാണെങ്കിൽ
ഏറ്റവും അത്യുത്തമമായ കാര്യമാണ്. എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ കുറഞ്ഞ ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ചെയ്യുക. ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ അനുഭവം വരാൻ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ പ്രയോഗം എന്ന് വെച്ചാൽ, കർപ്പൂരം കൊണ്ടുള്ള പ്രയോഗം എന്ന് വെച്ചാൽ, ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു നല്ല മൺപാത്രം എടുക്കുക. എന്നിട്ട് അതിൽ കർപ്പൂരം കത്തിക്കണം. അതിലേക്ക് ഉണങ്ങിയ തേങ്ങ കഷ്ണങ്ങൾ ഇടുക. എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, വീടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ 4 കെട്ട് വീട് ആണെങ്കിൽ നടുമുറ്റത്ത് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവിധ ദോഷങ്ങളും അകലും. മാത്രമല്ല, അവിടെ പോസിറ്റീവ് എനർജി എല്ലായിടത്തും നിറയും. നമ്മുടെ ദോഷങ്ങളും തടസ്സങ്ങളെല്ലാം അകന്നു പോകുന്നു. ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ജോലി വേഗം ലഭിക്കും. അനുയോജ്യമായ ജോലി നമുക്ക് വേഗം ലഭിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ വിവാഹം നടക്കും. ധനം ആഗ്രഹിക്കുന്നവർക്ക് ലോട്ടറി, ചിട്ടി, ഷെയർ മാർക്കറ്റ് എന്നിവയിലൂടെയൊക്കെ ധനം നിങ്ങൾക്ക് ഉണ്ടായി വരും. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ശനിയാഴ്ച വൈകുന്നേരം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. എന്തുവെച്ചാൽ അന്ന് ഏറ്റവും അത്യുത്തമമായ ഒരു ദിവസമാണ് ശനിയാഴ്ചയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവയാണ് കർപ്പൂരം ഉപയോഗിച്ച് ഉള്ള 3 ലളിതമായ പ്രയോഗങ്ങൾ. ഇവ ചെയ്യാൻ വലിയ ചെലവ് നമുക്ക് ആവശ്യമായി വരില്ല. നിസ്സാരമായ കാശേ വരുള്ളൂ കർപ്പൂരത്തിന്. അപ്പോൾ നിങ്ങളിത് ചെയ്യുക. വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.